എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. രാജേച്ച, ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ അച്ഛൻ അറിയുന്നത് അമ്മേ അമ്മേ തായേ എന്നുള്ള അച്ഛൻ്റെ പാട്ടിലൂടെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം മുമ്പ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട അച്ഛൻ്റെ ഒരു പാട്ടുണ്ടല്ലോ. ശരിക്കും ഞാനൊക്കെ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഭാവന ഉണരുന്ന വരികളാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു.
കൊതിച്ചിരുന്ന കൈകൂപ്പി വന്ന് കൈക്കൊള്ളുവാനായി ഉള്ളം കൊതിച്ചിരുന്നീശോ. ഈശോ വരണേ ഉള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ വരണേ ഉള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ, ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുർബാന സ്വീകരണത്തിൻ്റെ ഗാനമല്ല. അല്ല, സംശയമായോ? അല്ല, അച്ഛൻ പറഞ്ഞപ്പോൾ ഇത് സത്യത്തിൽ കുർബാന സ്വീകരണത്തിൻ്റെ പാട്ടല്ല, ഇതൊരു കുടുംബഗാനമാണ്. ഇറ്റ്സ് എ ഫാമിലി ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് സോങ്. ഒരു കുടുംബ ജീവിതത്തിൻ്റെ ചൂടും ചൂരും ബലവും ശക്തിയും ഈ ഓർമ്മ വെച്ച നാളിൻ്റെ പിന്നിലുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. പെട്ടെന്ന് ഒരു കുർബാന സ്വീകരണത്തിൻ്റെ പാട്ടാണ്, നല്ല കാര്യം. പക്ഷേ ഒരു കുടുംബഗീതമാണിത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുവാൻ അമ്മ എന്നെ കൊണ്ടുപോയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓ, ആ കുഞ്ഞുനാൾ തൊട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്നതും അല്ലേ? ഇപ്പോൾ ഇന്ന് പള്ളി ചെല്ലുമ്പോഴേ എൻ്റെ പള്ളി ലീലാമ്മ ചേച്ചി കുഞ്ഞെന്തി, ഓ കൊച്ചിനെയും കൊണ്ടൊന്നും പള്ളി വരെ നടക്കത്തില്ല എൻ്റെ അച്ഛോ. വേറൊരു ചോദിച്ചു, ലീലാമ്മ ചേച്ചി എന്താ പള്ളി വരാഞ്ഞ്? ഓ എൻ്റെ അച്ഛാ കുഞ്ഞിനെയും കൊണ്ട് വന്നാൽ പള്ളി കുർബാന കുടിക്കത്തില്ല, അതും അവിടെ ഇവിടെ ഓടി നടക്കും. രണ്ട് ചോയ്സാണ്. ഒന്ന് കൊച്ചെന്തെന്ന് ചോദിച്ചാൽ കൊച്ചിനെയും കൊണ്ട് വരത്തില്ല, ചേച്ചി എന്ത് ചോദിച്ചാൽ പറയും കുഞ്ഞുള്ളതുകൊണ്ട് വരത്തില്ല. ചുരുക്കത്തിൽ ശുശ്രൂഷകളുടെ സുഭഗത സൗന്ദര്യം കുഞ്ഞു മനസ്സുകൾക്ക് നമ്മൾ നെഗേറ്റ് ചെയ്യുക. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ ഈശോയെ കാണാൻ പിള്ളേരാരും ഇല്ല. പിന്നെ അവർ കാണുന്നതിനാ കൗമാരപ്രായം മുതലേ ഓസ്തിയിൽ നിന്നെ കണ്ടിട്ടും അവർക്ക് വിശ്വാസവുമില്ല. അങ്ങനായിപ്പോയി കാര്യം. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ സത്യം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഞാൻ കൊച്ചു ഗ്രാമദേവാലയത്തിൽ ഞാൻ കാണുന്നത്, ഞാനെപ്പോഴും പറയും, ഞാൻ ഇങ്ങനെ കുർബാനയിൽ കഴിയുമ്പം തിരിഞ്ഞ് നോക്കും. എനിക്ക് പിള്ളേർ കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല. നമുക്ക് മക്കളെ, നിങ്ങൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കുഞ്ഞുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് എന്നെ എടുക്കണം. കുഞ്ഞുങ്ങൾ നിൽക്കത്തൊന്നുമില്ല. എൻ്റെ മുത്തേ ചക്കരയത്തെ ഈശോയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഈശോയാണോ, നമ്മുടെ ഈശോയാണോ, അപ്പയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പയാ, ഓ നല്ല കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മച്ചി കണ്ണടയ്ക്കുമ്പോൾ കൊച്ചു പിന്നെ അപ്പുറത്തെ ചേട്ടൻ്റെ മുണ്ടേ പോയി വലിക്കും. അപ്പോൾ പിന്നെയും വിളിച്ചിട്ട് മോനെ ഈശോയാണ്. ഇങ്ങനൊരു നിതാന്ത ക്ഷമയുടെ കുടുംബ പാഠത്തിൻ്റെ റിസൾട്ടാണ് ഈ പാട്ട് എന്ന് മറക്കണ്ട. എന്ന് വെച്ചാൽ ഞാനിതിലും ചുമ്മാ കള്ളത്തരം പറയല്ല. എനിക്കൊരു കാര്യം ഓർമ്മയിലുണ്ട്, മുഴുവൻ എനിക്ക് ചരിത്രത്തിൽ ഓർക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഓർമ്മയിൽ സിനിമ പോലെ കിടപ്പുണ്ട് പണ്ടത്തെ പള്ളിയുടെ ചിത്രം. എൻ്റെ പള്ളിയിലെ സുവർണമായ പെയിൻറ്റിങ്ങുകൾ, പണ്ടത്തെ കുർബാന പാട്ട്, എവ്രിതിങ് എൻ്റെ തലയിലുണ്ട്. ഞാൻ കള്ളത്തരം പറയല്ല. ഓശാന ഒറ്റ പാട്ട്, കണ്ടമാനം ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലല്ലോ. ഈശനു സദതം എനിക്ക് നമ്മൾ പങ്കുവെച്ചതാണ്. ഒരു ഡുമ്മും ഒരു നിമ്മും ഒക്കെ ഉള്ളൂ, വലിയ നല്ല സൗന്ദര്യമുള്ള ധൂപവും. അതിൻ്റെ ഇടയ്ക്കൂടെ അമ്മ പറഞ്ഞു തന്നാ, മോനെ അത് ഈശോയാണ്. അപ്പോൾ അത് ഇംപ്രിൻ്റഡായി. അതുകൊണ്ടാണ് ഓർമ്മ വെച്ച ആ വാക്കില്ലാതെ ഈ മ്യൂസിക് വന്നിട്ടും കാര്യമില്ല. പാടി നോക്കിക്കോ, അല്ലെങ്കിൽ എന്തോടെ പാടിക്കോ. ശക്തനായ ദൈവമേ ഓസ്തിയിൽ നിന്നെ കാണുന്നു. പവറില്ല.
സ്വർഗതേജസേശുവേ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു കുർബാന സ്വീകരണത്തിൻ്റെ പാട്ടല്ല, ഇതൊരു കുടുംബജീവിതത്തിൻ്റെ പാട്ടാണ്. ഒരു നല്ല അമ്മ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിൻ്റെ പാട്ടാണ്. അപ്പം നല്ലൊരു അപ്പൻ കൂടെ കൊണ്ടുപോകുന്നതിൻ്റെ പാട്ടാണ്, ഒരമ്മ കൊണ്ടുപോകുന്നതിൻ്റെ പാട്ടാണ്. അന്നൊക്കെ പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ്. അതാണ് ഈ സൈക്കോളജിയിൽ റീഎൻഫോഴ്സ്മെൻ്റ് എന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഎൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേട്ടാൽ ബോണിക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അത് അറിയണമെന്നില്ല. കാര്യം പറയുമ്പോൾ മനസ്സിലാകും. സൈക്കോളജിക്കൽ ടേം ആയതുകൊണ്ട്, അല്ലാതെ അറിയാൻ മേലത്തോണ്ടല്ല. അതായത് ഈ പട്ടികളെയൊക്കെ വളർത്തുമ്പം പട്ടി ബോളെ തട്ടി പൊക്കിയാൽ ഒരു ഇറച്ചി കഷ്ണം, റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം പട്ടി പിന്നീട് ഈ ഇറച്ചി കഷ്ണം കിട്ടാൻ വേണ്ടി ബോൾ തട്ടി ഉയർത്തും. അങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ കുഞ്ഞുനാളിൽ അച്ചാച്ചനും അമ്മച്ചിക്കും പ്രാർത്ഥനയിൽ ദൈവം കുഞ്ഞിനോട് പെട്ടെന്ന് പള്ളിയിൽ പോകാം, പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെടണമെന്നില്ല, അവനറിയത്തില്ല. അപ്പോൾ എന്നാ പറ്റിയത്, എന്നെ കൊണ്ടുപോകുമ്പം അപ്പക്കൂട്ടൻ്റെ ചായക്കടയിൽ നിന്ന് പാലും വെള്ളം മേടിച്ചു തരും, പിന്നെ സുഖിയൻ മേടിച്ചു തരും. സുഖിയനെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുക, അന്നൊക്കെ എന്തൊരു അത്ഭുതമായിരുന്നു. ഈ സുഖിയൻ സഞ്ചിക്കകത്ത് എങ്ങനെ ഈ പയറൊക്കെ ഓർക്കുകയായിരുന്നു. അതും കണ്ടുകൊണ്ടിരിക്കും, കഴിക്കും. അതാ മധുരം, ഈ പാലിൻ്റെ രുചി, ഈ മധുരം, ഈ പാലിൻ്റെ രുചി. സുഖിയൻ, ബോണ്ട, ഇതിൻ്റെയൊക്കെ മധുരത്തോട് ചേർന്നാണല്ലോ നമ്മുടെ ഓർമ്മ നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പണ്ടൊരു പമ്പാ നദിയിൽ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ ഒരു ശവശരീരം ഒഴുകി നടന്നത്. അന്നൊരു സത്യത്തിൽ എൻ്റെ ബോണി മണം വരാതിരിക്കാൻ, ഈ ദുർഗന്ധം വരാതിരിക്കാൻ അവിടെ ഒരു സെൻ്റ് അടിച്ചിരുന്നു. സെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധം അല്ലേ. പക്ഷെ ആ സുഗന്ധം പിന്നെ എപ്പോൾ എനിക്ക് കേട്ടാലും എനിക്ക് ഓർമ്മ വരുന്ന നല്ല സ്മരണകളാണോ? അല്ല. എനിക്ക് ഈ ശവം ഓർമ്മ, എനിക്ക് പിന്നീട് ഈ സെൻറ്റ് ശ്വസിക്കാൻ പാടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നല്ല സ്മരണകളോട് ചേർത്ത് നല്ല ചില കർമ്മങ്ങളും സമ്മാനങ്ങളും കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ ഭംഗി ആ കുടുംബത്തിന് അറിയാമായിരുന്നു. അത്രയും പഠിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോകുമ്പം പള്ളിയിൽ നിർത്തി കാണിച്ചിട്ട് ഒരു പാലും വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് കുഞ്ഞിൻ്റെ ഓർമ്മയിൽ ഇന്ദ്രിയങ്ങളെയും കൂടെ ചേർത്തു. അപ്പോൾ ഇന്ദ്രിയപരമായ ഈ അനുഭവം, ഈ പാലും വെള്ളവും മധുരവും സുഖിയനും വെന്ത പയറിൻ്റെ ആസ്വാദ്യതയും മധുരവും കുന്തിരിക്കത്തിൻ്റെ സുഗന്ധവും പാട്ടിൻ്റെ ഈണവും തിരുവസ്ത്രങ്ങളുടെ വർണ്ണപ്പകിട്ടും എല്ലാം തലയിൽ കിടന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ ആദ്യം ഈ സംഖ്യയുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, യാക്കോബാണെന്ന് തോന്നി, ആടുകളെ ഇണ ചേർത്തപ്പം സമൃദ്ധി കിട്ടാൻ വേണ്ടി നല്ല ഇനം ആടുകളെ കിട്ടിയില്ല ഓഹരിയായിട്ട്. അപ്പോൾ കിട്ടിയതുങ്ങളെല്ലാം കോഞ്ഞാട്ട ആടുകളാണ്. ഇതുങ്ങളെ മരത്തിൻ്റെ തൊലി ഉരിഞ്ഞു കളഞ്ഞ് പുള്ളികളും പാടുകളും കാണിച്ചു കൊടുത്തിട്ട് ഈ ആ മരങ്ങൾ, ഞാൻ മറന്നുപോയത്, ആ മരങ്ങളുടെ മുമ്പിൽ ഇണ ചേരാൻ അനുവദിച്ചപ്പം ഇവർ കണ്ട പുള്ളിയും കറുപ്പും ആ ഡിസൈൻസ് ഇവരുടെ ഉള്ളിൽ പതിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ നല്ല പുള്ളിയുള്ള ആടുകളായി വന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങനെ നന്മയുടെ പുള്ളികളും വർണ്ണക്കൂട്ടുകളും കാണിക്കാതെ പോകുന്നു. ശരിക്കും അച്ഛൻ പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ കുഞ്ഞുനാൾ തൊട്ട് അവർക്ക് സ്പിരിച്വാലിറ്റി നൽകാനായിട്ട് അമ്മമാർ പരാജയപ്പെട്ടു പോകുന്നു അല്ലേ? കുറച്ച് സമ്മതിക്കേണ്ടി വരും. പക്ഷേ കാണുന്ന അമ്മമാരിൽ കുറച്ച് പേര് ഇഷ്ടക്കുറവാണ് ചെയ്യുക. എന്നാലും അതൊരു സത്യമല്ലേ എന്ന് പറയേണ്ടത്. ഉദാഹരണത്തിന് ഞാനിപ്പോഴും പറയാൻ, എൻ്റെ അമ്മച്ചി ചെറിയൊരു മോഷ്ടാവായിരുന്നു. ആരും കേൾക്കണ്ട, ചെറിയൊരു കള്ളത്തരം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? പള്ളി പോകുമ്പം മധുബഹയുടെ ഒരു കഷണം മോഷ്ടിച്ചെടുത്തുകൊണ്ടെങ്കിൽ വരും. ഒരു പാരലൽ സമാന്തര ബലിപീഠം വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. എന്നും പള്ളിയിൽ പോയി ബലി അർപ്പിച്ചിട്ട് വരുമ്പം അച്ഛൻ കാണാതെ ആ ആൾക്കാരുടെ ഒരു അറ്റം ഇങ്ങനെ മുറിച്ചുകൊണ്ട് വരും. അമ്മച്ചി മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് വീട്ടിലൊരു സമാന്തര ബലിപീഠം വെച്ചിട്ടുണ്ട്. അവിടെ അമ്മ വയറ് അരമുറുക്കി കെട്ടുന്നതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു താറാവൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ താറാവൊക്കെ വെച്ചിട്ട്, എടാ ചാക്കോച്ചാ നിനക്ക് കിട്ടിയോ, കണ്ടമാനം കഷ്ണങ്ങളൊന്നുമില്ല, ഇടവെള്ളം കൊണ്ട് കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു കിഴങ്ങ് കഷ്ണവും ഒരു കഷ്ണം ഇട്ട്, പിന്നെ ഒരു കഴുത്തിൻ്റെ പീസും ഒരു കാലിൻ്റെ പീസ് രണ്ടായി ഒടിച്ച് 3-4 തവണയൊക്കെ ഇട്ട് കൊടുക്കും. ഇതൊരു അമ്മച്ചിക്കില്ല. അപ്പം ഒരു പള്ളിയിൽ നിന്ന് എൻ്റെ അമ്മച്ചി, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബലിപീഠം മോഷ്ടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു.
എന്നിട്ട് മോഷ്ടിച്ച ബലിപീഠത്തിൻ്റെ അറ്റം കൂട്ടിച്ചേർത്ത് വീട്ടിലൊരു സമാന്തര ബലിപീഠം ഉണ്ടായിരുന്നു. ഇവിടെ ബലിയർപ്പിച്ചിട്ടാണ് അവരവിടെ എന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയായിട്ട് മാറി. കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയായതുകൊണ്ട് ജർക്കില്ല. ഇവിടെ അർപ്പിച്ചതും കണ്ടതും സ്നേഹിച്ചതുമൊക്കെയാണ്. ഇവിടെ അമ്മച്ചി മുറിച്ച് തരുന്നു. താറാവിറച്ചി പകുത്ത് തരുന്നു. ചെമ്മീൻ വറുത്തിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് വാരി സ്പൂൺ ഇട്ടിട്ട് തരുന്നു. അപ്പം ഇതിന് ശേഷം ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പം മണിയൊന്നും അടിക്കണ്ട, അറിയാതെ കൈകൂപ്പിപ്പോവും. അങ്ങനെ ആ പുകയത്തെ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിയർത്ത് ആവി ഇങ്ങനെ പ്രോളം പിടിച്ച് ഇങ്ങനെ ആവിയെല്ലാം കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ചുമന്നിട്ട് അന്ന് പാവം നിങ്ങൾക്ക് കഞ്ഞി കുടിക്കണം, വേഗം കുടിക്കുക, അമ്മച്ചിക്ക് ഇനി ഒന്നുകൂടി കുളിക്കണം, പാവത്തിന് കുളിക്കാനുണ്ട്. അപ്പോൾ ആ കഞ്ഞി വിളമ്പി തരുമ്പം ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലിരിക്കുമ്പോൾ ഓർമ്മ വരും. പള്ളിയിരിക്കുമ്പം വീട്ടിൽ അമ്മച്ചി കഞ്ഞി വിളമ്പെന്ന് ഓർമ്മ വരും. അച്ചാച്ചൻ നല്ലപോലെ ജോലി ചെയ്യും, നല്ല വെയിലത്ത് അധ്വാനിക്കും. പാവം നല്ലൊരു കർഷകനും ഒരു ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു, നല്ലപോലെ കഷ്ടപ്പെടും. അപ്പം അച്ചാച്ചൻ കടയിൽ നിന്ന് കപ്പയൊക്കെ എടുത്തു തരുമ്പം അറിയാതൊരു മൗനഭാഷ്യം, മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിലും എൻ്റെ പള്ളിയിലും ഞാൻ കണ്ടത് ഒരേ സത്യമാണ്. അപ്പോൾ പാട്ടിന് ശക്തിയായി, കണ്ടോ, ശക്തിയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എഴുതിയതൊന്നുമല്ല എന്ന് പറയുമ്പം പെട്ടെന്ന് പറയും ഇത് അഹങ്കാരമാണ് എന്ന് പറയും. അഹങ്കാരമല്ല, ശരിക്കും ഇത് കണ്ടതാണ്. അല്ല, അച്ഛനത് പറയുമ്പോൾ നമുക്കത് ഉള്ളിൽ മനസ്സിലാവുന്നുണ്ട് അച്ഛാ. ഒരു ശരിക്കും വല്ലാത്തൊരു അഭിഷേകമാണ്. മുറിയുന്നതിൻ്റെ ഒരു ഭാഗ്യം, കൊടുക്കുന്നതിൻ്റെ ഒരു മഹത്വം, തനിക്ക് ശ്രേഷ്ഠമായത് കളഞ്ഞിട്ട് എല്ലാം കിട്ടിയതുപോലെയുള്ള നിൽപ്പ്. പള്ളിയിൽ എന്ത് നടന്നോ അത് തന്നെ വീട്ടിലും നടക്കുന്നത്, അത് മക്കൾ കാണണം അല്ലേ? ശരിക്കും ഞാൻ പങ്കുവെച്ചോന്നറിയത്തില്ല, നമ്മുടെ വർത്തമാനങ്ങളിൽ എപ്പോഴേലും ഞങ്ങളുടെ വീട്ടിലെ മീൻ കറി വെക്കുന്നത് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല, പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞാലും എനിക്കറിയത്തില്ല. ഞാൻ ഓർക്കുകയായിരുന്നു ഈ കൂരിക്കറി ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ, ഏട്ടക്കൂരി. ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര ഉളുമ്പാണ്. ഇത് നമ്മുടെ വീട്ടിൽ മേടിച്ചാൽ 3 കിലോമീറ്റർ അപ്പുറം അറിയാം ഇത് മേടിച്ചിട്ടുണ്ടെന്ന്. ഇത് വെട്ടാൻ തുടങ്ങി തന്നെ ഭയങ്കര ഉളുമ്പാണ്. അപ്പം ഏട്ടക്കൂരി വരുമ്പോൾ ഇത് അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അച്ചായനും മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. അപ്പോൾ അമ്മച്ചി ഏതാണ്ട് സൂര്യകാന്തി പുഷ്പം പോലെ മുഖം വിടർത്തിക്കൊണ്ട് ഇത് പിടിച്ചു. അമ്മച്ചിക്കുള്ള കൊതി കൊണ്ടല്ല, മക്കൾക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം, അപ്പനും വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഈ പാവം സാധു തള്ള അങ്ങ് പുറകിപ്പോയി ഈ ഒരയിച്ചെല്ലാം പൊതി അമ്മച്ചി ഇതിൻ്റെ തല വെട്ടി, കൊമ്പ് വെട്ടി, വാല് വെട്ടി, കൈ ഉരഞ്ഞ് തീരുമ്പോൾ കല്ലിലിട്ട് ഉരയ്ക്കണം, ഭയങ്കരമായിട്ട് ഉരച്ച് എന്നിട്ട് പാവം കയറി വരും. ഒരു 8-8 മണി. മനുഷ്യർക്കാർക്ക് ഇത്ര സമയം കാത്തിരിക്കാൻ പറ്റുന്നു, നമ്മളൊക്കെ കിടന്നുറങ്ങും. അപ്പോൾ അമ്മച്ചി കയറി വരും. നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു മീൻമണം പാസ് ചെയ്ത് പോകും. അമ്മച്ചി വന്ന് നമ്മൾ അറിയുന്നത് ഒരു മീൻമണം ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അതുപോലെ പൂത്ത ഉളുമ്പാ. അമ്മച്ചി ഇതിനെ കറി വെച്ച് അന്ന് പുളിയൊന്നും പിടിക്കത്തില്ല. സമയമില്ല, 9:30-10 മണിക്ക് ഞങ്ങളെല്ലാം പൊക്കി എല്ലാത്തിനും ഈ മുട്ടയും തലയെല്ലാം തരും. അപ്പം നമുക്ക് ഉറപ്പാണ് പിറ്റേന്ന് നല്ല പുളിയൊക്കെ പിടിച്ച് നല്ല പഞ്ഞി പോലത്തെ കഷ്ണം, പഞ്ഞി നല്ല മധുരമല്ല, നല്ല പഞ്ഞി പോലത്തേക്ക് ഈ നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട് പാകത്തിന് പുളി, പാകത്തിന് ഉപ്പ്, എന്തെങ്കിലും സംസാരിച്ചേ വയ്ക്കാത്ത വെള്ളമായി പോയല്ലോ. എന്നാൽ ഏട്ടക്കൂരി കഴിച്ചില്ലെങ്കിലുണ്ടല്ലോ പകുതി ജീവിതം പോയി. അതുപോലത്തെ ഒരു മീനാണ് ഇത്, അതുപോലത്തെ ഒരു മീനാണ്. അമ്മ ഇത് പിറ്റേന്ന് രാവിലെ കപ്പയുടെ കൂടെ വിളമ്പും ഞങ്ങൾക്ക്. പണ്ടത്തെ ഏത്തക്ക കപ്പയുണ്ട്, അത് കാണാനില്ല ഇപ്പം. ഏത്തക്ക കപ്പ, മഞ്ഞക്കപ്പ കണ്ടിട്ടുണ്ടോ? ഓ, കണ്ടിട്ടുണ്ട്. ഇപ്പം അതില്ല, കാണാനില്ല. ഈ കപ്പ വേവിച്ചിട്ട് ഈ മീൻ തരും. അപ്പം മക്കളൊക്കെ ഇരിക്കുന്ന അന്ന് എന്തും കൊണ്ടാണ്? പാത്രം കൊണ്ട്. പോയി പണി നോക്കി, പാത്രമൊന്നുമല്ല, ത്രാസും കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോരുത്തരും കൈ ത്രാസാ. ചെറിയൊരു കഷണം എങ്ങാനും ഭാരം കൂടിയത് മറിയമ്മയുടെ പാത്രത്തിലെങ്ങാനും മറിഞ്ഞ് വീണാൽ പൊല്ലാപ്പ് വീടിയോ അമ്മച്ചി ഇതെല്ലാവർക്കും കൊടുക്കും. ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ ബോണി, അമ്മ ഉച്ചയ്ക്ക് കൊടുക്കും, പിന്നെ രാവിലെ കൊടുക്കും, ഉച്ചയ്ക്ക് കൊടുക്കും, വൈകുന്നേരം കൊടുക്കുന്ന കാണാം. എൻ്റെ പൊന്നെ 1.5 കിലോ ഉള്ള ഈ ഏട്ടക്കൂരിക്ക് ഇത്രയും കഷ്ണങ്ങൾ എങ്ങനെയാണ്? ഞാൻ അത്ഭുതപ്പെടും.
അമ്മയുടെ മുറിയുന്ന സഹനം സഹിക്കുന്ന അടുപ്പിലും കല്ലിലും പാത്രത്തിലുമാണ് ഇതൊക്കെ പൊലിച്ചു വന്നത്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അമ്മയുടെ അപ്പൻ്റെയൊക്കെ സഹനം ഏറ്റെടുക്കുന്ന മനസ്സിൻ്റെ പാത്രത്തിലും അടുപ്പിലും കല്ലിലുമാണ് ഇതൊക്കെ പൊലിച്ചിരിക്കുന്നത്. അപ്പം വീട്ടിൽ കണ്ടതൊന്ന്, നാട്ടിൽ കണ്ടത് വേറൊന്നല്ല. വീട്ടിൽ കണ്ടതൊന്ന്, കുർബാനയ്ക്ക് കണ്ട മറ്റൊന്നല്ല. ഈശോ വരണേ ഉള്ളിൽ എന്ന് ഞാനും മോഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്ന നാൾ. അതൊരു സൗഭാഗ്യമാണെന്ന് തോന്നിയിരുന്നു. അതൊരു ഏറ്റവും വലിയ പ്രഷ്യസ് ഗിഫ്റ്റ്. നെപ്പോളിയനോ മറ്റല്ലേ പറഞ്ഞത്, കുർബാനയായിരുന്നു സ്വീകരിച്ച ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസം. അപ്പം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദിവ്യകാരൻ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ഫീലൊന്നുമില്ല. നമുക്ക് കൊതിയായിരുന്ന കൊതി. എനിക്ക് അങ്ങനെ ഒരു വിശുദ്ധയുടെ തലേ പറന്നു വന്ന് നിന്നല്ലേ പറയുന്നത്, കൊതി കൊണ്ട്. അത്രയൊന്നും ഇല്ലായിരുന്നെങ്കിലും അതിന് പാരലായിട്ടൊരു സമാന്തരമായൊരു കൊതി. ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി. അറിയാലോ, ഞാനും കൊതിച്ചിരുന്ന നാൾ കൈകൂപ്പി വന്ന് കൈക്കൊള്ളുവാനായി ഉള്ളം കൊതിച്ചിരുന്ന ഈശോ വരണേ ഉള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചവരുടെ തലമുറയിലുള്ളതാണ് നമ്മളൊക്കെ എന്നെനിക്ക് തോന്നുന്നൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. ഞാൻ അച്ഛൻ പറയുമ്പോൾ എൻ്റെ അമ്മച്ചി കുർബാനയുടെ സമയത്ത് ഞാനിരുന്ന് കളിക്കുമ്പോൾ അച്ഛനിങ്ങനെ തിരുവോസ്തി ഉയർത്തുമ്പോൾ ആ സമയത്ത് എന്നെ പിന്നെ ഒന്നും ചെയ്യിപ്പിക്കില്ല. അത്ര നേരം അമ്മച്ചി ക്ഷമിക്കുക. എന്നിട്ട് എൻ്റെ ചെവിയിൽ പറയും, ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്, മുട്ടേ നിൽക്കണം, ഉറപ്പായിട്ട് നിൽക്കണം. അതിന്നും ഓർത്ത് നിൽക്കുക. അതെന്തോ പ്രധാനപ്പെട്ട സമയമാണ്. ഞാനത് ഓർക്കായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നത് അത് വളർന്നു കഴിയുമ്പം പിന്നീട് നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച് ബോണിക്ക് തിരുവോസ്തി ഉയർത്തുന്നത് മാത്രമല്ല, തിരുവോസ്തി ശുശ്രൂഷ എല്ലാം പ്രധാനപ്പെട്ടതായി മാറുക. മനസ്സിലായില്ലേ? അത് ആ ഒരു ഗ്രോത്താണ്. അമ്മ അത്രയൊന്നും അമ്മയുടെ അറിവിൽ അമ്മയ്ക്ക് അത്രേ അറിയത്തുള്ളൂ, ഇതാണ് പ്രധാനപ്പെട്ട സമയം. പക്ഷേ ഇന്ന് ബോണിക്ക് തന്നെ അറിയാം, ബോണി ഇപ്പം തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് മാത്രമാണോ? നോ, ആ ശുശ്രൂഷ തന്നെ പ്രധാനപ്പെട്ടതായി. എന്ത് വലിയ ഇന്നിപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ശുശ്രൂഷ ചെയ്യാൻ പോലും പ്രേരിപ്പിക്കുന്നു. വണ്ടർഫുൾ. തീർച്ചയായിട്ടും ആ കിട്ടിയൊരു പാഠം. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. വളരെ വളരെ സുന്ദരമായ ഒരു ജീവിത പാഠം നൽകുന്ന, അച്ഛൻ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്ന പാട്ട്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, കുടുംബം ഒരു ബലിക്കല്ലിൽ ആദ്യം കുർബാനയർപ്പിച്ചെങ്കിൽ, കുടുംബം ഒരു ബലിക്കല്ലിൽ ആദ്യം ഒരു കുർബാനയർപ്പിച്ചെങ്കിൽ, നിറച്ചാർത്തുള്ള വർണ്ണക്കുപ്പായമിട്ടൊരു കുർബാന എത്രമേൽ ആസ്വാദ്യമായുമായിരുന്നു. അവിടെയും ഇവിടെയും പകുക്കുന്ന ജന്മങ്ങളെ നേർക്കണ്ണാൽ കാണുവാൻ കഴിയുന്ന ഭാഗ്യം ഒരു മഹാഭാഗ്യമല്ലേ? വീട്ടിലും ആലയത്തിലും ഒരേ കർമ്മം, അവിടെയും ചങ്കുമുറിക്കൽ, ഇവിടെയും ചോരയൊഴുക്കൽ. അത് കാണാൻ കഴിയുന്ന എത്രയോ ഭാഗ്യമാ. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. അല്ലാതെ എന്നാ പറയാനല്ലേ? നമ്മൾ കാണുന്ന കുടുംബങ്ങളിൽ ഈ ഒരു ചൈതന്യം ഉണ്ടാകട്ടെ. തീർച്ചയായും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ വർത്തമാനവും ഞങ്ങളുടെ ഈ ഗോഷ്ഠിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയാൽ, എൻ്റെ കുഞ്ഞിന് ഞാൻ ചോറ് കൊടുത്തില്ലെങ്കിലും ഈശോയെ കൊടുക്കും. എൻ്റെ കുഞ്ഞിന് ഞാൻ അവൻ്റെ 7-ാം വയസ്സിൽ തന്നെ സൈക്കിൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഞാൻ സ്വർഗത്തെ പരിചയപ്പെടുത്തും എന്നൊരു വാശി വന്നാൽ നിങ്ങൾക്ക് നന്മ തന്നെ, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടമല്ല. ദൈവഭയവും ദൈവഭക്തിയും കൊണ്ട് നഷ്ടമില്ല. നമുക്കിനിയും കാണാം അല്ലേ? താങ്ക് യു അച്ഛാ. ദിവ്യകാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്ന ഈശോ വരണേ
ഈശോ വരേണമേ